എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ മൊട്ട സോൾ റീപ്പറും ആ ചോപ്പനും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളും ആക്ഷനും ഒക്കെ ഇട്ട് പൊരിഞ്ഞ പോരാട്ടം. നമ്മുടെ മൊട്ട ആളാണെങ്കിൽ ഒരു വർഷത്തിന് ശേഷമാണ് ആളുടെ ബാങ്കായ് പവർ അതിപ്പോൾ ഉപയോഗിക്കുന്നത്. ആക്ച്വലി അവന്റെ ബാങ്കായ് പവർ ഉപയോഗിക്കാനായിട്ട് തീരെ ഇഷ്ടമല്ല. കാരണം അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. മാത്രമല്ല അതവനെ മറ്റൊരു ക്യാരക്ടറും പേഴ്സണും ആക്കി മാറ്റും. ഇവിടെ ചോപ്പനാണെങ്കിൽ അവന്റെ ബാങ്കായ് പവറൊക്കെ കാണുമ്പോൾ കുറച്ച് പേടി തോന്നും. കാരണം ഇങ്ങനെയൊരു ട്വിസ്റ്റ് അതവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ മൊട്ട സോൾ റീപ്പറിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. മൊട്ട സോൾ റീപ്പറും അവന്റെ സിസ്റ്ററും അവർ രണ്ടുപേരും സോൾ സൊസൈറ്റിയിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ഗാങ്സ്റ്റേഴ്സായി സിറ്റിയിൽ അലഞ്ഞു നടക്കുകയായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ഇടിയുണ്ടാക്കിയും മോഷ്ടിച്ചും അവരങ്ങനെ മുൻപോട്ടേക്ക് പോയി. അവൻ നല്ലൊരു ഫൈറ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ അവൻ ഇടിച്ചു തകർത്തു. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും മൊട്ടയും അവന്റെ സിസ്റ്ററും അവർ രണ്ടുപേരും പവർഫുള്ളായ ആൾക്കാരായി ആ സിറ്റിയിൽ വളർന്നു വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കുഞ്ഞു പെണ്ണ് മൊട്ട സോൾ റീപ്പറിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ഫോട്ടോ ഒക്കെ വരച്ച് അവനെ കളിയാക്കും. അതിൽ കലിയിളകിയ നമ്മുടെ മൊട്ട അവൻ സ്ക്വാഡ് എടുത്ത് അവളൊരു കുഞ്ഞാണെന്ന് പോലും നോക്കാതെ അവളെ വെട്ടിക്കൊല്ലാനായി തയ്യാറെടുത്ത് നിൽക്കുമ്പോഴായിരിക്കും സാക്ഷാൽ മോൺസ്റ്റർ സെറാക്കി അവൻ അവിടേക്ക് വരിക. സെറാക്കിയെയും അവന്റെ ഡിഫറെന്റ് പവറും കണ്ട് നമ്മുടെ മൊട്ട സോൾ റീപ്പർ ആളങ്ങനെ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് നിൽക്കും. മൊട്ടയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു പവർ അത് ഫീൽ ചെയ്യാണ്. പക്ഷെ അവൻ തിരിഞ്ഞോടാതെ സെറാക്കിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവന്റെ സ്ക്വാഡ് എടുത്ത് റെഡിയായിട്ട് നിൽക്കും. അടുത്ത സെക്കൻഡ് സെറാക്കിയും മൊട്ടയും അവർ രണ്ടുപേരും ചേർന്ന് വമ്പം പോരാട്ടം. ചുറ്റുമുള്ളവരെല്ലാവരും അവരുടെ ഫൈറ്റ് കണ്ട് അനിമ ചുമ്മാതെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഫൈറ്റ് ആണെങ്കിൽ വേറെ ലെവലിലേക്ക് പോകുമ്പോൾ മൊട്ട സെറാക്കിയുടെ പവർ എന്താണെന്ന് തിരിച്ചറിയും. ആളുടെ പവറിന് മുൻപിൽ അവനെ കൊണ്ട് ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള സത്യം അതവൻ തിരിച്ചറിയുകയാണ്. സെറാക്കിയുടെ ആക്ഷൻസും പവറും പഞ്ചും അതെല്ലാം തന്നെ മൊട്ടയ്ക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവൻ പേടിക്കാതെ അവനും അത് കണ്ടു മനസ്സിലാക്കാനും എൻജോയ് ചെയ്യാനൊക്കെ തുടങ്ങും. ഫൈറ്റ് ആണെങ്കിൽ വീണ്ടും വീണ്ടും മുൻപോട്ടേക്ക് നല്ല ആവേശത്തിൽ പോവുകയാണ്. പതിയെ ഇപ്പൊ മൊട്ടയുടെ സ്പ്ലിറ്റ് പ്രഷർ അതും പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. അവൻ രണ്ട് സ്ക്വാഡൊക്കെ ഉപയോഗിച്ച് സെറാക്കയായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. പക്ഷെ അത് സെറാക്കയാണ്. അവന്റെ പവർ അത് ഒരുപാട് കൂടുതലാണ്. അവന്റെ രണ്ട് സ്ക്വാഡിനെയും സെറാക്കി അവന്റെ ഒറ്റ സ്ക്വാഡ് വെച്ച് സിമ്പിളായിട്ട് തടയും. ഇവരുടെ ഫൈറ്റും പവറൊക്കെ കണ്ട് ആ കുഞ്ഞങ്ങനെ പേടിക്കും. മൊട്ടയുടെ സിസ്റ്ററിനാണെങ്കിൽ എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേന്ന് അറിയില്ല. അവൾക്ക് അവളുടെ ബ്രദറിനെ സഹായിക്കാൻ കഴിയാതെ അങ്ങനെ നിസ്സഹായായിട്ട് നിൽക്കുകയാണ്. സെറാക്കിയാണെങ്കിൽ ഫൈറ്റ് ചെയ്ത് ഇപ്പൊ മൊട്ടയുടെ ആ ഒരു സ്ക്വാഡ് അത് തന്നെ രണ്ടായിട്ട് വെട്ടിമുറിക്കും. സെറാക്കി മൊട്ടയെ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്ത് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റിപ്പിച്ച് താഴേക്കിടുകയാണ്. അതിനുശേഷം സെറാക്കി അവന്റെ കുഞ്ഞിനെ തൂക്കിയെടുത്ത് അവിടുന്ന് കടന്നു പോവും. അതിന് മൊട്ടയാണെങ്കിൽ നിലവിളിച്ചു പറയും, നീ ഒരു ട്രൂ വാരിയർ ആണെങ്കിൽ എന്നെ കൊന്നിട്ട് പോ. ശരിയാണ്, ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ ഒരാളുടെ മുൻപിൽ തോറ്റിരിക്കുകയാണ്. ഇനി ഞാൻ ജീവിക്കാൻ അർഹനല്ല. അതിന് സെറാക്കി അവൻ മൊട്ടയങ്ങനെ തൂക്കിയെടുത്ത് അവനോട് പറയും, ഞാൻ ആരെയും കൊല്ലാനല്ല ഇവിടേക്ക് വന്നത്. നിന്നെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഞാൻ നിന്നെ തോൽപ്പിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് നിന്റെ ജീവൻ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിനക്ക് നല്ല പവറുണ്ട്. ഇതുപോലെ വെറും ഒരു റൗഡി ആയിട്ട് നടക്കേണ്ടവനല്ല നീ. ആദ്യത്തെ അറ്റാക്ക് അത് നിന്നെ കൊല്ലാൻ കെൽപ്പുള്ള തക്കമുള്ളതായിരുന്നു. പക്ഷേ അതിൽ നിന്ന് പോലും നീ രക്ഷപ്പെട്ടുവെങ്കിൽ യഥാർത്ഥത്തിൽ നീ തന്നെയാണ് ഈ ഫൈറ്റിൽ വിജയിച്ചിരിക്കുന്നത്. മൊട്ടയാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ നടത്തിയത് ലൈഫ് ഓർ ഡെത്ത് ഫൈറ്റ് ആണ്. നിന്റെ പവർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ഓക്കെ ആണെങ്കിൽ നിനക്ക് ഇനിയും ട്രെയിനിങ് തരാൻ ഞാൻ തയ്യാറാണ്. എന്റെ ഈ ജീവിതത്തിന് പുതിയൊരു ലക്ഷ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞ് സെറാക്കിയാണെങ്കിൽ അവിടുന്ന് കടന്നു പോകും. മൊട്ടയ്ക്കാണെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചേ, അവൻ എന്താ പറയാൻ ശ്രമിച്ചേ, അതൊന്നും തന്നെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായി കഴിയില്ല. അവൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി സെറാക്കിയെ തന്നെ നോക്കി നിൽക്കും. സീൻ കട്ട് ചെയ്ത നമ്മുടെ മൊട്ട അവനാണെങ്കിൽ സെറാക്കിക്ക് വേണ്ടി ഒരുപാട് തവണ അന്വേഷിച്ചു. പക്ഷേ അവനാണെങ്കിൽ സെറാക്കിയെ കണ്ടെത്താനാവില്ല. ഉടനെ അവന്റെ സിസ്റ്റർ അവനോട് പറയും, നമുക്കും സോൾ സൊസൈറ്റിയിൽ ചേരണം. നീ അന്വേഷിക്കുന്ന സാക്ഷാൽ സെറാക്കി അവൻ ഒരുപക്ഷെ അവിടെ ഉണ്ടാവും. സോ അതനുസരിച്ച് അവരിപ്പോ സോൾ സൊസൈറ്റിയിൽ മെമ്പേഴ്സ് ആവാൻ അവിടേക്ക് എത്തും. മൊട്ടയുടെ സിസ്റ്റർ ആണെങ്കിൽ അവനോട് പറയും, സെറാക്കിയായിട്ട് ഇനി ഫൈറ്റ് ചെയ്യുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്റെ അന്വേഷണം അത് ശരിയാണെങ്കിൽ ഇപ്പോ സോൾ സൊസൈറ്റി 11th സ്ക്വാഡിന്റെ ക്യാപ്റ്റനായി മാറിക്കഴിഞ്ഞു. അത് കേട്ട് മൊട്ടയാണെങ്കിൽ കൂടുതൽ എക്സൈറ്റഡ് ആവും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ 11th സ്ക്വാഡ് കാണിക്കും. 11th സ്ക്വാഡിന്റെ ക്യാപ്റ്റനാണ് സാക്ഷാൽ സെറാക്കി. ഇതൊക്കെയാണെങ്കിൽ സോൾ സൊസൈറ്റിയിൽ ആ 11th സ്ക്വാഡ് മെമ്പേഴ്സിന് ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് നിൽക്കുന്ന മൊട്ടയെയും
അവന്റെ സിസ്റ്ററിനെയും കാണുക. അവർ രണ്ടുപേരും ഇപ്പൊ 11th സ്ക്വാഡിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ അവരെ നോക്കി ഒരുപാട് സ്നേഹത്തിലും സന്തോഷത്തിലും ചിരിക്കും. കാരണം സെറാക്കി ഒരുപാട് ആഗ്രഹിച്ചതാണ് അവർ രണ്ടുപേരും അവന്റെ ടീമിൽ ചേർന്നിരുന്നെങ്കിൽ എന്ന്. ഇഷ്ടപ്പെട്ടു പോയത് എന്തോന്ന് തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവരിപ്പോ ടീമായി ട്രെയിനിങ് എടുക്കും. യും കൂടുതൽ പവർഫുള്ളായി മാറും. അതിനുശേഷം 11th സ്ക്വാഡിന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് അവരായിരിക്കും ഹോളോ ഹണ്ടേഴ്സായി പുറത്തേക്ക് ഇറങ്ങുക. ആളുടെ മകളും മൊട്ടയും അവന്റെ സിസ്റ്ററും അങ്ങനെ എല്ലാവരും ചേർന്ന് അവരുടെ പവറൊക്കെ ഉപയോഗിച്ച് ഒത്തിരി പവർഫുള്ളായ ഹോളോസിനെ എല്ലാം അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെയാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരുപാട് ഹോളോസിന്റെ നടുവിൽ നിന്ന് അവറ്റുകളെല്ലാം വെട്ടി വീഴ്ത്തുകയാണ്. അതുകൊണ്ട് മൊട്ടയ്ക്കാണെങ്കിൽ ആ ഒരു രംഗം വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല. അവന്റെ മാസ്റ്ററാണ് അവിടെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നത്. സോ എനിക്ക് എന്റെ മാസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ സെറാക്കിക്കാണെങ്കിൽ അവൻ ഫൈറ്റ് ചെയ്യുന്ന സമയം മറ്റാരും അവനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇത് മനസ്സിലാക്കിയ സെറാക്കിയുടെ മകളാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും കോൺഫ്ലിക്റ്റ് ഒഴിവാക്കി അവർക്കിടയിൽ ഒരു മത്സരം തന്നെ വെക്കുകയാണ്. ആരാണോ കൂടുതൽ ഹോലോസിനെ തകർക്കുന്നത് അവർക്കാണ് പവർ കൂടുതലെന്ന ഒരു മത്സരം. സോ മത്സരം ആരംഭിക്കുമ്പോൾ രണ്ടുപേരും നല്ല പോരാട്ടത്തിൽ ഒരുപാട് ഹോലോസിനെ വെട്ടിയെറിയാണ്. സെറാക്കിയുടെ പവർ അത് മൊട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗെയിമിൽ നമ്മുടെ സെറാക്കി അവൻ ജയിക്കും. അവിടുന്ന് അങ്ങനെ കാലം കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മൊട്ട അവനിപ്പോ 11th ഡിവിഷന്റെ കമാൻഡറായി മാറിയിരിക്കുകയാണ്. എല്ലാവരും അവൻ ഒരുപാട് റെസ്പെക്ട് ഒക്കെ കൊടുക്കാനായിട്ട് തുടങ്ങും. അതിനുശേഷം റാഞ്ചി ആണെങ്കിൽ ഇപ്പോ മൊട്ടയുടെ അടുത്തേക്ക് വന്ന് അവന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യും. മൊട്ടയ്ക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. എന്തുകൊണ്ടായിരിക്കും റാഞ്ചി സോൾ സൊസൈറ്റിയിലുള്ള മറ്റു പവർഫുള്ളായ ക്യാപ്റ്റൻസിനെ സമീപിക്കാതെ അവന്റെ അടുത്തേക്ക് വന്നതെന്ന്. മൊട്ടയാണെങ്കിൽ അവനെ നിരാശപ്പെടുത്തില്ല. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് മൊട്ടയ്ക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കും. റാഞ്ചി ആണെങ്കിൽ മൊട്ട സോൾ റീപ്പറിനോട് പറയും, എനിക്ക് കുച്ചിക്കയോട് ഫൈറ്റ് ചെയ്യണം, അതിനുവേണ്ടി നന്നായിട്ട് ട്രെയിനിങ് എടുക്കണം. സെറാക്കിയുടെ കൂടെ കൂടി ട്രെയിനിങ് എടുത്ത് നീ നന്നായിട്ട് പവർഫുൾ ആയെന്ന് എനിക്കറിയാം. സോ എനിക്ക് ട്രെയിനിങ് തരാൻ പറ്റിയ ഏറ്റവും ആപ്റ്റായ ആള് നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും മൊട്ടയോടൊത്ത് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്തോറും മൊട്ടയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് റാഞ്ചിയെ കൊണ്ട് അവന്റെ ഷിക്കായി ഫോം അതുപോലും പുറത്തെടുപ്പിക്കുകയാണ്. അവനാണെങ്കിൽ ഏകദേശം നമ്മുടെ മൊട്ട സോൾ റീപ്പറിന്റെ പവർ അത് പിടികിട്ടും. അവൻ മൊട്ടയോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പവർ അതിങ്ങനെ അടച്ചു വെക്കുന്നതിന്റെ കാരണം? എനിക്കറിയാം ഒരു ക്യാപ്റ്റൻ ലെവൽ പവർ നിങ്ങൾക്കുണ്ട്, പക്ഷേ നിങ്ങളുടെ പല പവറും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന്റെ കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിന് മൊട്ട സോൾ റീപ്പർ റാഞ്ചിയോട് പറയും, എന്റെ മാസ്റ്ററിന് ഷിക്കായും ബാങ്കായും റിലീസ് ചെയ്യാൻ അറിയില്ല. അദ്ദേഹം കാരണമാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. സോ അദ്ദേഹത്തെ ഹേർട്ട് ചെയ്യാനോ അദ്ദേഹത്തെ തോൽപ്പിക്കാനോ ഞാനില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഐസൻ ആളാണെങ്കിൽ സോൾ സൊസൈറ്റിയിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോയതിനു ശേഷം സോൾ സൊസൈറ്റിയിലേക്ക് പ്രധാനമായി 3 ക്യാപ്റ്റൻസിന്റെ ഒഴിവ് വരികയാണ്. ഈ കാര്യം അറിഞ്ഞ റാഞ്ചി ആണെങ്കിൽ മൊട്ട സോൾ റീപ്പറിനെ ആളെ നിർബന്ധിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് ക്യാപ്റ്റൻ ആവാനായിട്ട് കഴിയും. ഇപ്പോൾ ഉള്ള സോൾ റീപ്പേഴ്സിലും ക്യാപ്റ്റൻസിലും എല്ലാം വെച്ച് നിങ്ങളാണ് ഏറ്റവും പവർഫുൾ ആയ സോൾ റീപ്പർ. അതിന് മൊട്ടയാണെങ്കിൽ അവനോട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കൊരിക്കലും എൻ്റെ 11th സ്ക്വാഡ് അതുപേക്ഷിച്ച് മറ്റൊരു ടീമിലും ചേരാനോ ക്യാപ്റ്റൻ ആവാനോ സാധിക്കില്ല. എൻ്റെ ബാങ്കായ് പവറിനെ കുറിച്ച് നീ ആരോടെങ്കിലും ഷെയർ ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ കൊന്നുകളയും. അത് കേട്ട് റാഞ്ചി അവനങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് ഇപ്പോൾ അസന്റ് കാണിക്കുകയാണ്. മൊട്ട സോൾ റീപ്പർ ആളുടെ ബാങ്കായി ഉപയോഗിച്ച് ആ ചോപ്പനെ വെട്ടി താഴെ ഇടുകയാണ്. ആ ചോപ്പനാണെങ്കിൽ ഇപ്പോൾ വല്ലാത്തൊരു അഭിമാനം. മരിക്കുന്നത് മൊട്ടയെ പോലെ നല്ലൊരു വാരിയറിന്റെ കൈകൊണ്ടാണ്. സോ അവനങ്ങനെ സ്മൈൽ ചെയ്ത് ഇവിടുന്ന് താഴെ വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.